ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ വിവാദങ്ങളെ പറ്റി സംസാരിക്കണോ അല്ലെങ്കിൽ നമുക്ക് കാര്യമുള്ള വല്ല കാര്യത്തിനെ പറ്റി സംസാരിക്കണോ? ഇതായിരുന്നു ഇന്നത്തെ ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു ആൻഡ് അതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കി. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലയാള സിനിമയുടെ ഒരു കാൽക്കൊല്ല പരീക്ഷയുടെ ഫലം, റിസൾട്ട് അനാലിസിസ് ആണ്. പലർക്കും അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ 2025 പറഞ്ഞിട്ട് 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മാസം കംപ്ലീറ്റ് ആവുകയാണ്. ഏകദേശം ഒരു കാൽഭാഗം നമ്മൾ ഈ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വർഷം കഴിഞ്ഞ 4 മാസം മലയാള സിനിമയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതായത് 2024 താരതമ്യം ചെയ്യുമ്പം അത്ര ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സയൻസ് അല്ല നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പം മനസ്സിൽ ചോദ്യചിഹ്നം പോലെ പല ആളുകളും കൊണ്ടു നടക്കാൻ പോകുന്ന ഒരു കാര്യം, എമ്പുരാൻ വലിയ ഹിറ്റായല്ലോ, 300 കോടിയുടെ മുകളിൽ ബിസിനസ് ചെയ്തല്ലോ, അതുപോലെ തീർച്ചയായിട്ടും അതുപോലെ. കാരണം മലയാള സിനിമയിൽ മറ്റൊരു പ്രമുഖ റിവ്യൂവറുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ വയറിളകിയ പോലെയാണ് സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം ഒരുപാട് സിനിമകൾ റിലീസാവുന്ന ഒരു ഇൻഡസ്ട്രിയിൽ 1, 2, 3, 4 സിനിമകൾ മാത്രം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കിനി ഈ വർഷത്തെ ഇതുവരെയുള്ള സിനിമകളുടെ പെർഫോമൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ അടിയിൽ നിന്ന് മേലോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പം 10ാം സ്ഥാനത്ത് കിടക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള മരണമാസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ, ട്രാക്ട് കളക്ഷൻ എന്ന് പറയുന്നത് 10,58,00,000 രൂപയാണ്. തീർച്ചയായിട്ടും ബേസിൽ ജോസഫിനെ പോലെയുള്ള ഒരു ആക്ടർ എന്നുള്ള ഒരാളെ ബാങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പം ഒരു ലോ ബഡ്ജറ്റ് ഫ്ലിക്ക് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10 കോടി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ആവാനോ അല്ലെങ്കിൽ ഒരു ലാഭത്തിലേക്ക് വരാനോ ഒക്കെയുള്ള ഒരു ചാൻസസ് ആ സിനിമയ്ക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിനിമയെ നമ്മൾ നോക്കുമ്പോൾ 10,58,00,000 എന്ന് പറയുന്നത് വലിയൊരു ഫിഗർ അല്ല. ഇനി നമ്മൾ 9ാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബ്രോമാൻസ് 13,05,00,000 രൂപയാണ് ഈ സിനിമ നേടിയിട്ടുള്ള കളക്ഷൻ. 8ാം സ്ഥാനത്ത് നമ്മുടെ ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തീർച്ചയായിട്ടും പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വലിയൊരു ചലനമൊന്നും ഉണ്ടാക്കാൻ ഐഡന്റിറ്റിക്ക് സാധിച്ചില്ല. ഈ വർഷം ഇറങ്ങിയ ഫസ്റ്റ് ഫിലിം ആയിരുന്നു. ആൻഡ് ഐഡന്റിറ്റിയുടെ ഗ്രോസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത് 18 കോടിയാണ്, 18 crore rupees ആണ്. 7ാം സ്ഥാനത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ഏറ്റവും വലിയ നിരാശകളിൽ ഒന്നായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നുള്ള സിനിമ. തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഫിലിംസിനെ വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് നോക്കിക്കാണുന്ന ആളുകൾക്ക് വലിയൊരു നിരാശ തന്നെയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ സിനിമയിൽ ഗൗതം വാസുദേവ് മേനോൻ ആൻഡ് മമ്മൂട്ടി എന്നുള്ള ആ ഒരു കോംബോയിൽ നിന്ന് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ ഈ പറഞ്ഞ സിനിമയും കൊണ്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ നോക്കിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്രൊമോഷൻസ് വളരെ മോശമായിരുന്നു ആൻഡ് ഈക്വലി മോശമായിരുന്നു ബോക്സ് ഓഫീസ് നമ്പേഴ്സും. വെറും 18 crores, ഒരു മെഗാസ്റ്റാർ പ്രോജക്റ്റ് എന്ന് പറയുമ്പം 18 crores എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡിങ് ആയിട്ടുള്ള ഒരു ബോക്സ് ഓഫീസ് റവന്യൂ അല്ല. 6ാം സ്ഥാനത്തുള്ളത് പല ആളുകൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബേസിൽ ജോസഫ് എന്നുള്ള ഒരു ആക്ടറിന്റെ പെർഫോമൻസ് മാത്രമല്ല, ആ സിനിമയിലെ ലിജോ മോൾ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സജിൻ ഗോപു ആവട്ടെ, ഏതൊരു ആക്ടറും ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള സിനിമയായിരുന്നു പൊന്മാൻ. 6ാം സ്ഥാനത്താണ്. 6ാം സ്ഥാനത്ത് 18.3 കോടി രൂപയാണ് പൊന്മാന്റെ ഗ്രോസ് കളക്ഷൻ. തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലാത്തൊരു സിനിമ എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു സക്സസ് സ്റ്റോറിയാണ് ഈ സിനിമ എന്നുള്ളത് പറയാൻ യാതൊരു മടിയുമില്ല. ഇനി നമ്മൾ 5ാം സ്ഥാനത്തേക്ക് നോക്കുമ്പം ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മമ്മൂക്ക സിനിമയാണ് ബസൂക്ക. ബസൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഡൊമിനിക്കിന്റെ കാര്യമായിട്ട് വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒരു വലിയ ബിൽഡപ്പോ അല്ലെങ്കിൽ നമ്മളെ എമ്പുരാനെയൊക്കെ പോലെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജി ഒന്നും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും മമ്മൂട്ടി എന്നുള്ള ഒരാളുടെ സിനിമ, മമ്മൂട്ടി എന്നുള്ള മെഗാസ്റ്റാറിന്റെ സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക്, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. പക്ഷെ ബസൂക്കയുടെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സാറ്റിസ്ഫാക്ടറി സംഭവമൊന്നുമല്ല. കാരണം ഇതുവരെ ആ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 20 കോടി, വേൾഡ് വൈഡ് 20, 22 എന്നുള്ള ഒരു നമ്പറിന്റെ ഇടയിലാണ് ബസൂക്കയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അഗെയിൻ സെയിങ് ദിസ്, മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു സിനിമ എന്ന് പറയുമ്പം നമ്മൾ ഒരിക്കലും ഒരു സാറ്റിസ്ഫൈങ് നമ്പേഴ്സ് ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രോസിനെ കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ടോപ്പ് ഹാഫിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് പെർഫോം ചെയ്യും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ആ ഒരു എക്സ്പെക്ടേഷനിലെയും ഒരു പടി മുകളിൽ പോയാൽ
കണ്ടംപററി മലയാളം സിനിമയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള യങ്സ്റ്റർ നസ്ലനോടൊപ്പം മറ്റു പല യുവാക്കളും അണിചേർന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാനയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷു ബോക്സ് ഓഫീസ് കോമ്പറ്റീഷനിൽ വിന്നറായിട്ട് എമേർജ് ചെയ്തിട്ടുള്ളത് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ആലപ്പുഴ ജിംഖാന നേടിയിരിക്കുന്ന കളക്ഷൻ, ഇതുവരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് 40 കോടി രൂപ അധികമാണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണുമ്പോൾ ഈ ഒരു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ്. ഇനി നമ്മൾ ടോപ്പ് 3യിലേക്കാണ് പോകാൻ പോകുന്നത്. സോ ദിസ് ഇസ് റിയലി എക്സൈറ്റിംഗ് നൗ. OTTയിൽ റിലീസ് ആയതിനു ശേഷം പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള ക്രിറ്റിസിസംസും ഒക്കെ ആ സിനിമയ്ക്കെതിരെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാരണം 50 crores മുകളിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ബിസിനസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇൻഡസ്ട്രി ട്രാക്കേഴ്സിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കുഞ്ചാക്കോ ബോബനെ പോലെ ഒരു സ്റ്റാറും മറ്റ് പല യങ്സ്റ്റേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 50 കോടി രൂപ ആ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു സക്സസ് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് അഗെയിൻ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഡ്രീം റൺ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യുവാണ് യാതൊരു സംശയമില്ലാത്ത രീതിയിൽ ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇൻജസ്റ്റിസ് ആയി പോവും. ആസിഫ് അലിയുടെയും അനശ്വരയുടെയും കൂടെ ആയിട്ടുള്ള രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും എത്രയും മുകളിൽ ഒരു പെർഫോം ചെയ്ത ഒരു സിനിമയാണ്. കാരണം ആ സിനിമയുടെ ട്രാക്ക് ബിസിനസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് 57 കോടി 30 ലക്ഷം രൂപയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെയാണ് രേഖാചിത്രത്തിന്റെ ഈ ഒരു റിസൾട്ട്. ഇനി ഒന്നാം സ്ഥാനത്തേക്ക് ഇനി കൊമ്പനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് എക്സൈറ്റ്മെന്റ് എനിക്ക് എന്തായാലും കൂടും. പക്ഷേ ഈ എക്സൈറ്റ്മെന്റ് എന്നുള്ളൊരു സാധനം ഒരു സ്കൈ റോക്കറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു അമ്പരചുംബിയായി മാറാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എമ്പുരാൻ എന്നുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡ്സ് എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഞാൻ ചെറിയൊരു പ്രൊഡിക്ഷൻ നടത്തിയായിരുന്നു. കാരണം എമ്പുരാൻ ഒരു 230 കോടി വേൾഡ് വൈഡ് ഗ്രോസ് എത്തിയ സമയത്തായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഗ്രോസ് ഒരു 260 കോടി രൂപയുടെ മുകളിലെത്തി നിൽക്കുമെന്നായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് അതല്ലെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. 265 കോടിയുടെ ബിസിനസ് തിയേറ്ററിൽ നിന്നും എമ്പുരാന് നേടാൻ സാധിച്ചു. അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പിന്നെ OTT ആൻഡ് സാറ്റലൈറ്റ് റൈറ്റ്സും കൂടെ വരുമ്പം 325 കോടി രൂപയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇതുവരെ ബിസിനസ് ചെയ്തിരിക്കുന്നതാണ് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് സക്സസ് അല്ല എന്ന് ആർഗ്യൂ ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോസ്റ്റ് ആണ്. അതായത് പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150-നും 180-നും ഇടയ്ക്ക് കോസ്റ്റ് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. പ്രൊഡ്യൂസർക്ക് അത്രയും കോസ്റ്റ് വരുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും 400 കോടിയെങ്കിലും ബിസിനസ് ചെയ്താലേ അത് ബ്രേക്ക് ഈവൻ ആവും. ഇതിന്റെ യഥാർത്ഥ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റില്ല. കാരണം അത് അതിന്റെ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ തുടങ്ങിയ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഇല്ലാത്തൊരു ഫിഗേഴ്സ് പൊന്തി കാണിക്കാൻ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തീർച്ചയായിട്ടും ഒരു നമ്പേഴ്സ് ഒരു ഫിഗർ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ നാച്ചുറലി അതിനോട് അനുബന്ധമായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ മേക്കേഴ്സ് തന്നെ അടയ്ക്കേണ്ടതാണ്. അപ്പൊ അത്രയും വലിയൊരു നഷ്ടം ഇവർ പിന്നെയും സഹിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ചും വേൾഡ് വൈഡ് ഗ്രോസിൽ ഈ സിനിമ വളരെ നന്നായിട്ട് ചെയ്തു. ഈ വർഷം ആദ്യത്തെ 4 മാസം കൊണ്ട് മലയാള സിനിമയിൽ റിലീസായിരിക്കുന്നത് 70ഓളം സിനിമകളാണ്. അപ്പൊ ഈ 70 സിനിമകളിൽ വെറും 10 സിനിമകളാണ് ആ ടോപ്പ് 10 എന്നുള്ള ലിസ്റ്റിൽ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 70 സിനിമകളിൽ ഏകദേശം ഒരു 75% സിനിമകൾ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള അനക്കങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന സിനിമകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കഴിഞ്ഞ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരുപാട് ഗംഭീര സിനിമകൾ, പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റ് കുറവുള്ള എന്നാൽ ബോക്സ് ഓഫീസിൽ വളരെ കാര്യമായിട്ട് പണം കൊയ്ത സിനിമകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആവേശം അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം, ഈ സിനിമകളൊക്കെ കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് ഒരു ഗംഭീര ഓപ്പണിംഗ് ആണ് ആ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ നേടിയത്. ആ ഒരു ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഒഴികെയുള്ള മലയാള സിനിമകൾ ഇപ്പം ആലപ്പുഴ ജിംഖാന, എമ്പുരാൻ, പിന്നെ നമ്മളുടെ രേഖാചിത്രം ആൻഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ 4 സിനിമകൾ ഒഴികെ മറ്റുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസും നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് ബോക്സ് ഓഫീസ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി റിമൈനിങ് 8 months ഈ ഒരു കഥ മാറിയിട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് മറ്റുള്ള സിനിമകൾ, ഇപ്പം തുടരും എന്നുള്ള ലാലേട്ടന്റെ സിനിമ 25-ാം തീയതി റിലീസിന് വേണ്ടി നിൽക്കുവാണ്. ആ സിനിമ ഉൾപ്പെടെയുള്ള
ഫ്യൂച്ചർ ബിഗ് പ്രോജക്ട്സ് ഈ വർഷം ഗംഭീരമായിട്ടുള്ള ഒരു 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 പെർഫോമൻസിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. ആൻഡ് ദാറ്റ്സ് ബൈ ഫ്രം ജോൺ SP K.